ഹലോ. അപ്പം ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയാട്ടോ. കുറേ ദിവസം വീട്ടിൽ നിന്നുകൊണ്ട് തിരിച്ച് പോകാൻ നേരം ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എന്തായാലും പോയല്ലേ പറ്റൂ. അങ്ങനെ എൻ്റെ ചേട്ടനാട്ടോ എന്നെ കൊണ്ടുവന്ന് വിട്ടേ. പോകുന്ന വഴിയിൽ വൈകിട്ടത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സാധനം വാങ്ങുന്ന കൂട്ടത്തിൽ ഞാനാണെങ്കിൽ ഇതാ ഒരു വടയും വാങ്ങി കഴിച്ചായിരുന്നു. അപ്പോൾ പോകാൻ നേരം കഴിക്കാനായിട്ട് വാങ്ങിയത് ദോശയും ചമ്മന്തിക്കറിയും സാമ്പാറും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നേരെ അവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ട് ഞാൻ കൊല്ലത്തു നിന്നാണ് കേട്ടോ ട്രെയിൻ കയറുന്നത്. അങ്ങനെ കുറേ നേരം ബസ്സിലൊക്കെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് പോകുന്ന കാര്യമൊക്കെ ആലോചിച്ച് പോകാൻ താല്പര്യമൊന്നും ഇല്ല, പിന്നെ പോയല്ലേ പറ്റൂ. ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ അറിയാം, ഈ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ എന്തോ ഒരു വിഷമമാണ് കേട്ടോ. അത് കുറച്ച് ദിവസം ആയാലും കുറേ മാസത്തേക്കായാലും. അങ്ങനെ ഞാൻ നേരെ കൊല്ലം എത്തി കേട്ടോ. എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവളും വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നേരെ ഒരു കോഫി കുടിക്കാൻ പോയി. രണ്ടുപേർക്കും നല്ല തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഓരോ കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് നിന്നിട്ട് നമ്മൾ നേരെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട് കേട്ടോ വരാൻ. അങ്ങനെ അവളെയും കിട്ടി. നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഞാൻ കുറച്ച് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോയല്ലോ. അതെല്ലാം ഇരുന്ന് കഴിച്ച് ട്രെയിനിൽ കയറി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നാളെ എക്സാമും കൂടെയാണ് കേട്ടോ. ആക്ച്വലി പോകുന്നത് തന്നെ എക്സാം എഴുതാനായിട്ടാണ്. അങ്ങനെ കുറച്ച് നേരം ട്രെയിനിൽ ഇരുന്നൊക്കെ പഠിച്ചു. പിന്നെ കിടന്നുറങ്ങി കേട്ടോ. എത്രയായാലും ട്രെയിനിൽ ഇരുന്ന് പഠിക്കാനൊന്നും പറ്റത്തില്ലെന്നേ. പിന്നെ പിറ്റേന്ന് നല്ല അടിപൊളി കാഴ്ചയൊക്കെ കണ്ട് എക്സാമിന് കുറച്ച് വായിച്ചൊക്കെ നോക്കി കേട്ടോ. മംഗലാപുരം എത്തി. എക്സാമിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാവേ. പിന്നെ ഞാൻ പോയി എക്സാം എഴുതിയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.